തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ നെയ്യാർ ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ഡാം സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് ഡാം സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് പോകാൻ ഏകദേശം 30 കിലോമീറ്റർ ആണ്. കിള്ളിപ്പാലം, പാപ്പനംകോട്, ബാലരാമപുരം, കാട്ടാക്കട, കുറ്റിച്ചൽ വഴിയാണ് സാധാരണയായി നെയ്യാർ ഡാമിലെത്തുന്നത്. ഞങ്ങൾ പോയത് നെടുമങ്ങാട് നിന്നുമാണ്. ഏകദേശം 28 കിലോമീറ്റർ ഉണ്ട്. നെടുമങ്ങാട്, ആര്യനാട്, കുറ്റിച്ചൽ, കള്ളിക്കാട് വഴിയാണ് നെയ്യാർ ഡാമിലെത്തിയത്. ഇതാണ് കള്ളിക്കാട് ജംഗ്ഷൻ. ഇവിടെ നിന്നും ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകേണ്ടത്. കള്ളിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് നെയ്യാർ ഡാമിലെത്താം. നമ്മളിപ്പോൾ നെയ്യാർ ഡാമിന്റെ പ്രവേശന കവാടത്തിലെത്തി. ഇവിടെ ആദ്യം കാണാൻ കഴിയുന്നത് ഈ മനോഹരമായ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഈ പാലം കടന്നാണ് നെയ്യാർ ഡാമിലേക്കും ബോട്ടിംഗ് ഏരിയയിലേക്കും മറ്റ് ആകർഷണങ്ങളിലേക്കും പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് പാലം കടന്ന് അകത്തേക്ക് പോകാം. ഈ കാണുന്ന മലമുകളിൽ പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ നിന്നാൽ നെയ്യാർ ഡാമിന്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാം.
നെയ്യാർ ഡാമിലേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 10 രൂപയും, ടൂ വീലറിന് 10 രൂപയും, കാറിന് 25 രൂപയും, ബസ്സിന് 50 രൂപയുമാണ്. കൂടാതെ ബോട്ടിംഗ്, ലയൺ സഫാരി, ക്രോക്കഡൈൽ പാർക്ക് എന്നിവയ്ക്ക് പ്രത്യേക ടിക്കറ്റുകൾ എടുക്കണം. ഡാമിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ പവലിയനാണ്. കുറേ പടികളുള്ള ഈ പവലിയൻ കയറി മുകളിലെത്തിയാൽ മൊത്തത്തിലുള്ള വ്യൂ കാണാം. സന്ദർശകർക്ക് വിശ്രമിക്കാനും ഡാമിന്റെയും ജലാശയത്തിന്റെയും കാഴ്ചകൾ ആസ്വദിക്കാനുമായി നിർമ്മിച്ചിരിക്കുന്ന ഷെൽട്ടറാണിത്. ഇങ്ങനെയുള്ള ഷെൽട്ടറുകൾ അവിടെയായി കാണാൻ സാധിക്കും. നമ്മൾ നെയ്യാർ ഡാമിന്റെ മുകളിലൂടെയാണ് നടക്കുന്നത്. ഏകദേശം 295 മീറ്റർ നീളവും 56 മീറ്റർ ഉയരവുമുള്ള ഈ ഡാം നെയ്യാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡാമിന്റെ ഒരു വശത്ത് വിശാലമായ നെയ്യാർ റിസർവോയറും മറുവശത്ത് താഴെയുള്ള പ്രദേശങ്ങളും കാണാം. ഇവിടെ നിന്ന് ജലസംഭരണിയുടെ വ്യാപ്തിയും ഡാമിന്റെ ഘടനയും അടുത്ത് കാണാൻ സാധിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുള്ള നടപ്പാതയിലൂടെ സന്ദർശകർക്ക് ഡാമിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നുകൊണ്ട് കാഴ്ചകൾ കാണാം. ഡാമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മുഴുവൻ പ്രദേശവും ഒരൊറ്റ കാഴ്ചയിൽ കാണാൻ കഴിയും. താഴെയുള്ള ജലപാതയും പാർക്കും ഡാമിന്റെ അടിഭാഗവും ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. ഡാമിന്റെ ഉയരവും അതിന്റെ നിർമ്മാണത്തിന്റെ വലിപ്പവും ഈ ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ ദൂരെയായി കാണുന്നതാണ് ലയൺ സഫാരി പാർക്ക്.
പാർക്കിന് സമീപത്തായി ജംഗിൾ വാക്കും ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നടക്കുന്നതിനൊപ്പം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ കഥകളി ഉൾപ്പെടെയുള്ള വിവിധ ശില്പങ്ങളും കാണാൻ കഴിയും. ഈ ശില്പങ്ങൾ സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാനും കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം പരിചയപ്പെടുത്താനും അവസരമൊരുക്കുന്നു. അതുകൊണ്ട് തന്നെ പാർക്കിലൂടെ നടക്കുന്നത് കൂടുതൽ ആസ്വാദ്യകരമാക്കുന്ന ഒരു പ്രത്യേകത കൂടിയാണിത്. കുറച്ച് താഴേക്ക് വരുമ്പോൾ പാർക്കിനുള്ളിൽ ചെറിയൊരു മുയൽക്കൂടും ഒരുക്കിയിട്ടുണ്ട്. അവസാനമായി നമ്മളെ കാത്തിരിക്കുന്നത് കയ്യെത്തും ദൂരം മാത്രമുള്ള ഡാമിന്റെ മുൻഭാഗത്തെ വ്യൂ ആണ്. ഷട്ടറുകളെല്ലാം തുറന്നതിനാൽ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കും കാണാം. ഈ ബദാംകായ കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കല്ലുകൊണ്ട് തല്ലി പൊട്ടിച്ച് അതിനുള്ളിലെ ബദാം എടുക്കാൻ എല്ലാവരും ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാകും. അന്നത്തെ ചെറിയ സന്തോഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇത് റെയിൻ ഗേജ് ആണ്. ഒരു സ്ഥലത്ത് എത്രമാത്രം മഴ ലഭിച്ചുവെന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ബോട്ടിംഗ് ഉള്ളത്. എല്ലാ ദിവസവും പ്രവർത്തനമുണ്ട്. സ്പീഡ് ബോട്ട് 3 പേർക്ക് 900 രൂപയും സഫാരി ബോട്ട് 6 പേർക്ക് 900 രൂപയുമാണ് നിലവിലെ നിരക്ക്. ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നെയ്യാർ ഡാമിന്റെ ബാക്കി കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.